നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കടുത്ത ധനപ്രതിസന്ധിക്കിടയിലും ജനങ്ങൾക്ക് അധിക നികുതി ഭാരം നൽകാതെ വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകുന്ന ഒരു സമഗ്ര ബജറ്റാണ് വി ഡി സതീശൻ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് 30,370 കോടി രൂപ നീക്കിവെച്ച ബജറ്റിൽ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന മിഷൻ സമുദ്ര, സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ, അതുപോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ, പെരുമ്പാവൂരിലെ ഫർണിച്ചർ ഹബ്ബ് എന്നിവ പ്രധാന പ്രഖ്യാപനങ്ങളാണ്. കൂടാതെ റബ്ബർ താങ്ങുവില 250 രൂപയായിട്ട് ഉയർത്തുകയും 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കാനായിട്ട് ലക്ഷ്യമിടുകയും മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് ഫിഷറീസ് സബ് പ്ലാനും മണ്ണെണ്ണ സബ്സിഡി വർധനവും പ്രഖ്യാപിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് വിദേശ സർവകലാശാലകളെ ആകർഷിക്കാൻ കേരള നോളജ് വാലി, വയനാട് ട്രൈബൽ സർവകലാശാല, അതുപോലെ റാഗിംഗ് വിരുദ്ധ ആപ്പ് എന്നിവയും ബഹിരാകാശ ഗവേഷണ പ്രോത്സാഹനവും ഇതിൽ ഉൾപ്പെടുന്നു. ടൂറിസത്തിനും അതോടൊപ്പം തന്നെ സിനിമയ്ക്കും വ്യവസായ പദവി നൽകിയ ബജറ്റ് കൊച്ചിയിൽ ഫിലിം സിറ്റിയും അതോടൊപ്പം തന്നെ പ്രമുഖ കലാകാരന്മാരുടെയൊക്കെ തന്നെ പേരിൽ സാംസ്കാരിക സ്മാരകങ്ങളും തീർത്ഥാടന ടൂറിസം സർക്യൂട്ടും വിഭാവനം ചെയ്യുന്നു. സാമൂഹിക സുരക്ഷയ്ക്കും ജനക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ 25 ലക്ഷം രൂപ വരെയുള്ള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, വയോജനങ്ങൾക്കായിട്ട് സിൽവർ ഇക്കണോമി പദ്ധതി, അതോടൊപ്പം തന്നെ ആദിവാസി തീരദേശ മേഖലകളിലൊക്കെ തന്നെ പ്രത്യേക ഹെൽത്ത് ക്ലസ്റ്ററുകൾ എന്നിവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. SMA പോലെയുള്ള അപൂർവ രോഗബാധിതർക്കും ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്കും സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ പരമ്പരാഗത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് വേതന സഹായവും കാരുണ്യ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളുടെയൊക്കെ തന്നെ പുനരുജ്ജീവനവും ബജറ്റ് വാഗ്ദാനം ചെയ്യുന്നു. സ്ത്രീ ശിശു സുരക്ഷയ്ക്കായി മകൾക്കൊപ്പം പദ്ധതിയും പുതിയ ലഹരി വസ്തുക്കൾ തടയാനായി ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകളും ഏർപ്പെടുത്തും. പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്ററും വിലങ്ങാട് പുനർനിർമ്മാണ പാക്കേജും പ്രഖ്യാപിച്ച ബജറ്റ് 2050 കേരളത്തെ പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രലാക്കാനും ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കാനും ലക്ഷ്യമിടുന്നു. പട്ടികജാതി പട്ടികവർഗ മേഖലകൾക്ക് കൂടുതൽ തുക അനുവദിച്ചതിനൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ DA, DR മുടക്കം കൂടാതെ നൽകുമെന്നും മെഡിസെപ്പ് പരിഷ്കരിച്ച് അഷ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും ബജറ്റ് ഉറപ്പു നൽകുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിന്റെ വിതരണം ഇന്ന് ജൂൺ 20-ാം തീയതി ശനിയാഴ്ച നടക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിലായിരിക്കും ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നിലവിൽ കർഷക ID എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ കർഷക ID എടുത്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ അതിനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത്തവണ കർഷക IDയുടെ കാര്യത്തിൽ ചില ഇളവുകൾ ഉണ്ടായിരിക്കും. കാരണം അപേക്ഷ സമർപ്പിച്ച പല കർഷകരുടെയും IDകൾക്ക് ഇതുവരെ അംഗീകാരം, അതായത് അപ്രൂവൽ ലഭിക്കാത്തതിനാൽ തന്നെ അവ ആക്റ്റീവായിട്ടില്ല. നിരവധി അപേക്ഷകൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. ഈ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായ ശേഷമേ അവർക്ക് കർഷക ID ജനറേറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ താൽക്കാലിക ഇളവുകളോടുകൂടി മുൻപ് ആനുകൂല്യം ലഭിച്ചിരുന്ന എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുടങ്ങാതെ തന്നെ ഈ ഒരു ധനസഹായം എത്തിച്ചേരുന്നതാണ്. കർഷകർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക എന്നതാണ്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ധനസഹായം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പരിശോധിക്കാൻ ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്ത് ആധാറിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിലെ നിശ്ചിത ഓപ്ഷനിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകിക്കൊണ്ട് സ്റ്റാറ്റസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യയിലെ മൊബൈൽ റീചാർജ് നിയമങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് ഒരുങ്ങുകയാണ്. എല്ലാ വാലിഡിറ്റി കാലയളവിലും വോയിസ് കോളുകൾക്ക് മാത്രമായുള്ള പ്രത്യേക പാക്കേജുകളൊക്കെ തന്നെ നിർബന്ധമാക്കാനാണ് ട്രായിയുടെ പുതിയ നിർദ്ദേശം. ദിവസവും മൊബൈൽ ഡാറ്റ ആവശ്യമില്ലാത്ത ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. എന്നാൽ ഇത്തരം കുറഞ്ഞ നിരക്കുള്ള പ്ലാനുകളൊക്കെ വരുന്നത് തങ്ങളുടെ ലാഭത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ. ഈ മാറ്റം നടപ്പിലായാൽ രാജ്യത്തെ കോടിക്കണക്കിന് ഉപഭോക്താക്കളുടെ പ്രതിമാസ ഫോൺ ബില്ലിൽ വലിയൊരു കുറവുണ്ട്. റിലയൻസ് ജിയോ, എയർടെൽ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ട്രായിയുടെ ഈ നിർദ്ദേശത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇത്തരം പാക്കേജുകൾ അവതരിപ്പിക്കുന്നത് സാങ്കേതികമായിട്ട് വലിയ സങ്കീർണതകളൊക്കെ തന്നെ ഉണ്ടാക്കുമെന്നാണ് ഇവരുടെ വാദം.
നിലവിൽ ഓരോ ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഡാറ്റയും കോളും ചേർത്തുള്ള കോംബോ പാക്കുകളാണ് കമ്പനികൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ വോയിസ് ഒൺലി പ്ലാനുകൾ നിർബന്ധമാക്കുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് കമ്പനികൾ ഭയക്കുന്നു. നിലവിലെ കോംബോ പാക്കുകൾ ഉപഭോക്താക്കൾക്ക് മികച്ച മൂല്യം നൽകുന്നുണ്ടെന്നും ഡിജിറ്റൽ ഉപഭോക്താക്കൾക്ക് റീചാർജ് നടപടികൾ ഇത് ലളിതമാക്കുന്നുണ്ടെന്നുമാണ് കമ്പനികളുടെ വാദം. കേരളം, ഡൽഹി തുടങ്ങിയ സർക്കിളുകളിലെ ഉപഭോക്താക്കൾ നിലവിൽ വലിയ റീചാർജ് നിരക്കുകളാണ് നൽകുന്നത്. ഒരു സാധാരണ കോംബോ പാക്കിന് മാസം 200 രൂപയിലധികം ചെലവ് വരുന്നുണ്ട്. എന്നാൽ 84 ദിവസത്തെ വാലിഡിറ്റിയുള്ള വോയിസ് ഓൺലി പ്ലാൻ വരികയാണെങ്കിൽ ഇവർക്ക് വലിയൊരു തുക ലാഭിക്കാനായിട്ട് സാധിക്കും. ആവശ്യമില്ലാത്ത ഡാറ്റയ്ക്കായിട്ട് പണം നൽകുന്നത് ഇതിലൂടെ ഒഴിവാക്കാം. പ്രത്യേകിച്ചും ഫോൺ വിളിക്കാൻ മാത്രമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത്തരം പ്ലാനുകൾ വലിയ ആശ്വാസമാകും. പുതിയ നിയമം എപ്പോൾ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ട്രായ് ഉടൻ അന്തിമ തീരുമാനമെടുക്കും. ഇത് അംഗീകരിക്കപ്പെട്ടാൽ പൊതുമേഖലാ ടെലികോം കമ്പനിയായിട്ടുള്ള BSNLന് വിപണിയിൽ വലിയ മുന്നേറ്റമുണ്ടാകാൻ സാധിച്ചേക്കും. ലാഭവും ഉപഭോക്താക്കളുടെ താല്പര്യവും ഒരുപോലെ കൊണ്ടുപോകാൻ സ്വകാര്യ കമ്പനികൾ ഇനി നന്നായിട്ട് പാടുപെടും. ഇന്ത്യയിലെ കുറഞ്ഞ നിരക്കിലുള്ള കോളിംഗ് സേവനങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നതാകും ഈ ഒരു തീരുമാനം. അടുത്ത സാമ്പത്തിക പാദത്തിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പുകളിൽ പുതിയ മാറ്റങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധനാ രീതികളിലൊക്കെ തന്നെ കാലോചിതമായിട്ടുള്ള വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇനി മുതൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് H എടുക്കുമ്പോൾ വാഹനത്തിലെ റിയർ വ്യൂ ക്യാമറയോ അല്ലെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളോ ഉപയോഗിക്കാനായിട്ട് അനുമതി നൽകിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ സൈഡ് മിററുകളിലും സെൻറ്റർ മിററിലും മാത്രം നോക്കി വണ്ടി ഓടിക്കണം എന്ന കർശന നിയമമായിരുന്നു നിലനിന്നിരുന്നത്. ടെസ്റ്റിനിടയിൽ ക്യാമറകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വന്ന പരിഷ്കാരങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിലും ഇപ്പോൾ ഈ ഒരു ഇളവ് നടപ്പിലാക്കുന്നത്. നിലവിൽ വിപണിയിലിറങ്ങുന്ന ഭൂരിഭാഗം ആധുനിക കാറുകളിലും റിയർ വ്യൂ ക്യാമറകളും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യമായിട്ട് മാറിയ സാഹചര്യത്തിലാണ് പഴയ നിയമം മാറ്റി എഴുതാനായിട്ട് അധികൃതർ തയ്യാറായത്. സാങ്കേതികവിദ്യ ഇത്രയും പുരോഗമിച്ച കാലത്ത് ഇത്തരം സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഡ്രൈവിംഗ് കൂടുതൽ സുരക്ഷിതമാക്കാനായിട്ട് സഹായിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വിലയിരുത്തൽ. എങ്കിൽ പോലും ഈ നിയമത്തിന് മുന്നിൽ ചില കർശന നിബന്ധനകളും വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ടെസ്റ്റ് എഴുതുന്ന വ്യക്തി പൂർണ്ണമായും ഡിസ്പ്ലേ സ്ക്രീനിലോ ക്യാമറയിലോ മാത്രം നോക്കി H പൂർത്തിയാക്കാൻ പാടുള്ളതല്ല. സൈഡ് മിറേഴ്സ് കൃത്യമായി നിരീക്ഷിക്കുകയും വാഹനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും കൈവിടാതെ സൂക്ഷിക്കുകയും വേണം. അതായത് പുതിയ സാങ്കേതികവിദ്യയെ ഒരു സഹായമായി മാത്രമേ ഉപയോഗിക്കാവൂ, മറിച്ച് പരമ്പരാഗതമായിട്ടുള്ള ഡ്രൈവിംഗ് രീതികളെ പാടെ അവഗണിക്കാൻ അനുവദിക്കില്ലെന്നും ചുരുക്കം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവോ അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ പറ്റിയുള്ള പരാമർശമോ ഉണ്ടായില്ല. സംസ്ഥാനത്ത് വരുമാനമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക സ്ഥിതി മോശം തന്നെയാണ്. എന്നാൽ 1 രൂപ പോലും നികുതി കൂട്ടാതെ പുതിയ കേരളമാണ് ലക്ഷ്യമെന്നും വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റു പദ്ധതികളൊക്കെ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് എത്തിക്കുമെന്ന് ഗവർണർ വായിച്ചിരുന്നുവെങ്കിലും ഈ ബജറ്റിൽ പെൻഷൻ വർധനവ് ഇല്ല. 6 മാസങ്ങൾക്കപ്പുറം പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ നിലവിലെ ബജറ്റിൻ്റെ കാലാവധി അത് അടുത്ത ജനുവരി വരെ മാത്രമാണ്. 2027 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കും അടുത്ത ബജറ്റ് അവതരിപ്പിക്കുക. ആ സമയം സംസ്ഥാനത്ത് ധനസ്ഥിതി കുറച്ച് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയ വർധനവെങ്കിലും നമുക്ക് പെൻഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഡിഗ്രി വിദ്യാർത്ഥിനികൾക്കായിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ പ്രഖ്യാപിച്ചിരുന്ന 1000 രൂപയും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ച് പരാമർശമില്ലെങ്കിലും മറ്റ് നിരവധി ക്ഷേമ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം 25-ന് ശേഷമായിരിക്കും ആരംഭിക്കുക. ഈ മാസത്തെ പെൻഷൻ വിതരണത്തിനായിട്ട് 23-ാം തീയതിയോടെ കടമെടുപ്പ് ഉണ്ടാകും. തുടർന്ന് 24, 25 തീയതികളിലായിട്ട് തുക അനുവദിക്കും. ജൂൺ 26-ന് മുഹറം അവധിയായതിനാൽ തന്നെ അതിന് മുൻപ് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചു തുടങ്ങാനാണ് സാധ്യത. ജൂലൈ അന്തിമ വാരത്തിന് മുൻപ് തന്നെ, അതായത് ജൂലൈ മാസം 5-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് 2026 ജൂൺ 19 ഇന്നലെ വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 335 രൂപ കുറഞ്ഞ് 13,370 രൂപയും പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.